ഒരു കാര്യം, ഷഹബാസ് ഈ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി ആയിരുന്നില്ല എന്നതാണ്. ഞായറാഴ്ച വിദ്യാർത്ഥികൾ തമ്മിൽ, ട്യൂഷൻ സെന്ററിൽ ഉള്ള വിദ്യാർത്ഥികൾ തമ്മിലാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. ഇന്നലെ ഏതായാലും ഈ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല സംഘർഷത്തിന്റെ ഭാഗമായത്. കുട്ടികൾ കൂടുതൽ മറ്റു സുഹൃത്തുക്കളെ, സഹപാഠികളെ കൂട്ടിയാണ് ട്യൂഷൻ സെന്ററിനേക്ക് സമീപത്തേക്ക് വന്നിരുന്നത്. ഷഹബാസ് അങ്ങനെ ഈ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന ഒരു കുട്ടിയല്ല. അപ്പോൾ അന്നുണ്ടായി പിന്നീട് നടന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല രീതിയിൽ ചർച്ചകൾ നടന്നു എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. പരസ്പരം ഈ വിദ്യാർത്ഥികൾ തമ്മിൽ, രണ്ട് സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ തമ്മിൽ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമൊക്കെ വഴി വലിയ രീതിയിൽ ആക്രോശവും വെല്ലുവിളിയും ഒക്കെ നടന്നിരുന്നു എന്നതാണ്. അപ്പോൾ ആ ട്യൂഷൻ സെന്ററിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല സംഘർഷത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ഏതായാലും പോലീസ് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. നിലവിൽ ലഭ്യമായ CCTV ദൃശ്യങ്ങൾ, ആ സമീപത്തെ ട്യൂഷൻ സെന്ററിന് സമീപത്തുള്ള ഒരു കൂൾ ബാറിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ബാക്കി ട്യൂഷൻ സെന്ററിൽ ഉള്ള ക്യാമറയിൽ പതിയുന്ന രീതിയിലായിരുന്നില്ല സംഘർഷം എന്നുള്ളതാണ്. ഈ അടിയിൽ നിസ്സാരമായൊക്കെ പരിക്കേറ്റ മറ്റു വിദ്യാർത്ഥികളുണ്ട്. അവർ പറയുന്നത് ആയുധങ്ങളുണ്ടായിരുന്നു, നഞ്ചക്ക് പോലെയുള്ള ആയുധങ്ങളുണ്ടായിരുന്നു എന്നതാണ്. ഒപ്പം മുതിർന്ന ആളുകൾ, ഈ ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞത് മുതിർന്ന ആളുകൾ കൂടി അടിയുടെ ഭാഗമായിട്ടുണ്ട്, അല്ലാതെ ഇത്രയും ഗുരുതരമായ ഒരു പരിക്ക് അടിയേറ്റ് ഷഹബാസിന്റെ തലയ്ക്ക് സംഭവിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ നിലവിലേതായാലും ഈ ആയുധങ്ങൾ ഉപയോഗിച്ചതിനോ നെഞ്ചക്ക് പോലെയുള്ള അല്ലെങ്കിൽ വടി പോലെ മറ്റേതെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചതിന് തെളിവ് കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് അത്തരം കാര്യങ്ങൾ ഉണ്ട് എന്ന് നിലവിൽ പറയാൻ കഴിയില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം മുതിർന്ന ആളുകളും ഈ സംഘർഷത്തിന്റെ ഭാഗമായി എന്നതിന് നിലവിൽ തെളിവുകളൊന്നും തന്നെയില്ല. രണ്ട് സ്കൂളുകളിലെയും 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം തമ്മിലടിച്ചു എന്നുള്ളതാണ് നിലവിൽ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ദൃക്സാക്ഷികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതിൻ്റെയും മൊഴി രേഖപ്പെടുത്തിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളതാണ്. ഇതിൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പരിശോധിക്കും എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത ശേഷം രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു എന്നതാണല്ലോ രാഹുൽ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ കുട്ടികളെ വീണ്ടും കസ്റ്റഡിയിലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ട്. ഇനി 5 കുട്ടികൾ മാത്രമല്ല, അവരെ മാത്രമായിരിക്കില്ല കസ്റ്റഡിയിൽ എടുക്കേണ്ടതും പിന്നീട് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതും. ഇത് ആദ്യഘട്ടം എന്ന നിലയിലാണ് 5 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. 5 പേരും താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. രശ്മി, അതാണ് ഇന്നലെ വൈകിട്ട്, അല്ലെങ്കിൽ ഈ കുട്ടി മരിക്കുന്നതിന് മുൻപ് വരെ ഇത് കുട്ടികൾ തമ്മിലുള്ള പരസ്പരം തമ്മിലടിയാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന് മാത്രമുള്ള കേസാണ്. പക്ഷേ പിന്നീട് കുട്ടിയുടെ മരണത്തോടു കൂടി ഇത് ഏതായാലും കൊലപാതകത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആ രീതിയിലുള്ള വകുപ്പുകളാണ് ഇനി വരിക. അപ്പോൾ കസ്റ്റഡിയിൽ വീണ്ടും എടുക്കേണ്ടതായിട്ടുണ്ട്, ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതുകൊണ്ടാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കി അവരെ രക്ഷിതാക്കൾക്കൊപ്പം വിട്ടത് എന്നാണ് പോലീസ് പറയുന്നത്. ബാക്കി നടപടിക്രമങ്ങളൊക്കെ ഇനിയാണ് ചെയ്യേണ്ടത്. ആദ്യമേ പോസ്റ്റ്മോർട്ടം നടത്തി കുട്ടിയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ശരി രാഹുൽ.